യോശുവയുടെ പുസ്തകം അദ്ധ്യായം 16. യോസേഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശദേശത്തിന്റെ അതിരുകൾ. കിഴക്ക് യെരിഹോ നീരുറവിനടുത്തുള്ള യോർദ്ദാനിൽ ആരംഭിച്ച് മരുഭൂമിയിൽ കൂടെ യെരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് ലൂസിലേക്ക് ചെന്ന് അർഖ്യരുടെ അതിരായ അതാരോത്തിൽ കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത്ഹോരോന്റെ അതിർവരെ ഗേസെർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു. ഇങ്ങനെ യോസേഫിന്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രയീമിനും അവകാശം ലഭിച്ചു. എഫ്രയീമിന്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശത്തിന്റെ അതിരുകൾ കിഴക്ക് അത്തേരോത്ത് അദ്ദാരിൽ നിന്നും ബേത്ത്ഹോരോനിലേക്കും അവിടെനിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്കും പോകുന്നു. ആ അതിർ മിക്മെദാത്തിന്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനത്ത് ശീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനരികത്തുകൂടി യാനോഹയുടെ കിഴക്കുവശത്തുകൂടി യാനോഹയും അതേരോത്തും നാരാത്തും കടന്ന് യോർദ്ദാന്റെ തീരത്ത് യെരിഹോവിൽ അവസാനിക്കുന്നു. തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാത്തോടുവരെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ ഇടയിൽ എഫ്രയീം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗേസെരിൽ പാർത്തിരുന്ന കനാന്യരെ അവിടെനിന്ന് നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെ എഫ്രയീമ്യർക്ക് അടിമവേല ചെയ്ത് അവിടെ തന്നെ പാർത്തുവരുന്നു.